അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ എന്ത് ചെയ്യുകയാകും? ക്ഷേത്ര ദർശനം മുതൽ പതിവ് കമ്മിറ്റികൾ വരെയുള്ള തിരക്കുകളിലാണ് ഇവരിൽ പലരും. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നേരത്തെ ആശയക്കുഴപ്പമുണ്ടാക്കിയത് പ്രതിപക്ഷ ചേരിയിലാണ്. പ്രതിഷ്ഠാ ദിനമായപ്പോഴേക്കും ആശയക്കുഴപ്പമൊഴിഞ്ഞ് വിവിധ തിരക്കുകളിലാണ് പ്രതിപക്ഷ നേതാക്കൾ. രാഹുൽ ഗാന്ധി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണക്കത്ത് ലഭിച്ചിരുന്നില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിലാണ് രാഹുൽ ഗാന്ധി. പ്രതിഷ്ഠാ സമയത്ത് ശ്രീമന്ത ശങ്കരദേവന്റെ ജന്മസ്ഥലമായ അസമിലെ ബെട്ടദ്രവ സത്രം സന്ദർശിക്കുമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. സത്രത്തിലേക്കുള്ള യാത്രയിൽ രാഹുലിനെ പോലീസ് തടഞ്ഞു. മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജി കൊൽക്കത്ത കാളി ക്ഷേത്രത്തിലെത്തും. പ്രാർത്ഥനയ്ക്കുശേഷം സർവമത റാലിക്ക് നേതൃത്വം നൽകും. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി ഇന്ന് സംഘടിപ്പിക്കുന്ന ശോഭായാത്രയ്ക്ക് ഡൽഹി മുഖ്യമന്ത്രി നേതൃത്വം നൽകും. ഉദ്ധവ് താക്കറെ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുത്തിരുന്ന ശിവസേനയുടെ ഇപ്പോഴത്തെ തലവൻ ഉദ്ധവ് താക്കറെയ്ക്ക് തപാലിൽ ക്ഷണക്കത്ത് ലഭിച്ചെങ്കിലും അയോധ്യയ്ക്കില്ല. നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ പ്രാർത്ഥനയും മഹാ ആരതിയും നടത്തും. നിതീഷ് കുമാർ സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി താക്കൂറിന്റെ ജന്മശതാബ്ദി പരിപാടിയിലാകും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അഖിലേഷ് യാദവ് ലക്നൌവിലുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മുൻ സോഷ്യലിസ്റ്റ് നേതാവ് ജ്ഞാനേശ്വർ മിശ്രയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹി ഗോൾഡ് മാർക്കറ്റിലെ CPIM ആസ്ഥാനത്ത് സംഘടനാ കാര്യങ്ങളിലാണ്. CPI ജനറൽ സെക്രട്ടറി D രാജ ഛത്തീസ്ഗഡിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ യാത്രയിലാകും. പൊളിറ്റിക്കൽ ഡെസ്ക് 24.